കോൺഗ്രസിൽ ചേർന്ന കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടാർ BJP-യിൽ തിരിച്ചെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുൻപാണ് ഷട്ടാർ കോൺഗ്രസിൽ ചേർന്നത്. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് BJP-യിലേക്ക് തിരിച്ചെത്തിയത്. വിവരങ്ങളുമായി ബൽറാം നിർവഹിച്ചത്. ബൽറാം, കർണാടകയിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ഓപ്പറേഷൻ താമരയുടെ സ്വഭാവത്തിൽ എന്നൊക്കെയുള്ള കരക്കമ്പ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഏതെങ്കിലും തരത്തിൽ അതിലേക്കുള്ള ഒരു സാധൂകരണമായോ സ്ഥിരീകരണമായോ ഒക്കെ ഷട്ടാറിനെ മടങ്ങിയവരെ കാണണോ? ഹാഷ്മി, കർണാടകയിൽ വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയ ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ താമര നീക്കങ്ങൾ വീണ്ടും സജീവമാകുന്നു. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സർക്കാർ താഴെ വീഴാം എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടാർ തിരിച്ചെത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് എന്നാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജഗദീഷ് ഷട്ടാറിനെ പോലെ മുതിർന്ന ഒരു നേതാവ് പാർട്ടി വിട്ടു പോവുകയും കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുകയും BJP-ക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് തെരഞ്ഞെടുപ്പിലും ഏറെ പരിക്കുണ്ടാക്കി എന്ന വിലയിരുത്തൽ BJP-ക്കുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിക്ക് കർണാടകയിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് ഇത്തവണത്തെ ലക്ഷ്യമാണ്. കാരണം ദക്ഷിണേന്ത്യയാണ് ഇത്തവണത്തെ ലക്ഷ്യമെന്ന് BJP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ജഗദീഷ് ഷട്ടാറിന്റെ സ്വാധീനവും നിർണായകമാകും എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാവ് യെദ്യൂരപ്പ, മകൻ വിജയേന്ദ്ര എന്നിവർക്കൊപ്പം എത്തിയാണ് ഡൽഹി BJP ആസ്ഥാനത്ത് ജഗദീഷ് ഷട്ടാർ BJP അംഗത്വത്തിലേക്ക് തിരിച്ച് വന്നിരിക്കുന്നത്. താനും BJP നേതാക്കളുമായി കഴിഞ്ഞ മാസങ്ങളിൽ നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ തിരിച്ചെത്തിയ ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ അദ്ദേഹത്തോടൊപ്പം പോയ കൂടുതൽ നേതാക്കൾ അടക്കമുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റുകൾ പിടിക്കാനുള്ള BJP-യുടെ പ്രഖ്യാപനത്തിന് ശക്തി പകരുന്നതാണ് ജഗദീഷ് ഷട്ടാറിന്റെ ഈ തിരിച്ചുവരവ്. അദ്ദേഹം സീറ്റ് നിഷേധിക്കപ്പെട്ടതിന്റെ പേരിലാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത്. അദ്ദേഹത്തോടൊപ്പമുള്ള പുറത്തുപോയ മറ്റ് ആളുകളെ കൂടി ഉൾപ്പെടുന്ന രീതിയിൽ സംഘടനാ തലത്തിലുള്ള അഴിച്ചുപണികൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി.